കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് സംഘാംഗം സുരേഷിനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. അന്വേഷണം ATS ഏറ്റെടുക്കും. കർണാടക സ്വദേശി സുരേഷ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാവോയിസ്റ്റ് സംഘം സുരേഷുമായി ചിറ്റാരി കോളനിയിലെത്തിയപ്പോൾ അന്വേഷണത്തിനായി പോലീസ് വന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പരിക്ക് പറ്റിയ ആളടക്കം 6 പേര് വന്നത് ഇവിടെ. ആ കാലിന് തൊടാൻ വരെ വിടുന്നില്ല. അയാളെ അകത്തെ വേന എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. അയാൾ പുറത്തും ചങ്കരും മൊത്തം വേന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്നു. ആന കുത്തി എന്നൊക്കെ പറയുന്ന അയാൾ ആന കൊണ്ട് അസ്ഥി പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അസ്ഥി പൊട്ടിപ്പോയതെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോയി. അവർ 10-15 മിനിറ്റ് അവരെ കൊണ്ടുവന്നിട്ട് 10-15 മിനിറ്റ് ആയിട്ടാണ് ഫുൾ ആയുധം അവരുടെ കയ്യിൽ. ഇയാൾക്ക് വരെ ആയുധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളും പറയുന്നുണ്ട്. പരിക്കേറ്റ് അയാളെ ആയുധം മറ്റവർ കൊണ്ടുപോയി തിരിച്ച് എടുത്തിട്ട് കൊണ്ടുപോയി. മൊത്തം തോക്ക് ആയുധങ്ങളായിരുന്നു അവരുടെ കയ്യിൽ. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയായിരിക്കും സുരേഷിന്റെ അറസ്റ്റ് നടപടികൾ? അതോടൊപ്പം എന്താണ് നാട്ടുകാരുടെ ആരോപണം? ഷഹന, ഇന്നലെ രാത്രിയോടുകൂടിയാണ് നാട്ടുകാർ ഇവിടെ നിന്ന് ഒരു ആംബുലൻസിൽ സുരേഷിനെ നാടാമ്പറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് പക്ഷേ ഈ ഭാഗത്തേക്ക് ഇത്രയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടും പക്ഷെ അങ്ങോട്ടേക്ക് വന്നില്ല. പോലീസിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ട്രാപ്പാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ആ സ്ഥലത്തേക്ക് എത്താതിരുന്നതെന്നാണ് വിശദീകരണമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. എന്തായാലും ആടാമ്പാറയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ആംബുലൻസിൽ സുരേഷിനെ എത്തിക്കുന്നത്. അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പരിശോധനകൾക്കൊക്കെ ശേഷം മാത്രമേ അവിടേക്ക് ആളുകളെ വിടുന്നതൊക്കെ ഉള്ളൂ. അത്തരത്തിൽ വലിയ സുരക്ഷയുണ്ട്. എന്തായാലും ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവിടെ ചികിത്സയിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഇയാളെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നാണ് പയ്യാവൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം ATS ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഇപ്പോൾ പറയുന്നുണ്ട്. ചിറ്റാരി കോളനിയിൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഈ മാവോയിസ്റ്റ് സംഘം 6 അംഗ മാവോയിസ്റ്റ് സംഘം എത്തുന്നത്. അവർ ആയുധധാരികളായിരുന്നു. 2 ദിവസം മുമ്പാണ് ചിക്മംഗളൂർ സ്വദേശിയായ സംഘാംഗം സുരേഷിന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതെന്നും ഇയാൾക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള സഹായം വേണമെന്നുമായിരുന്നു സംഘാംഗങ്ങളുടെ ആവശ്യം. മാത്രമല്ല ഈ ഭക്ഷണ സാധനങ്ങൾ വേണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം സുരേഷിനെ ഇവിടെ ഉപേക്ഷിച്ച് ഈ സംഘാംഗങ്ങൾ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു.